ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി റീഡിംഗ് എന്താണെന്ന് നോക്കാനാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ഫീലിംഗ് ആണുള്ളത്, തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് ഫീലിംഗ് ആണുള്ളത് എന്ന് നോക്കാം. ആദ്യം തേർഡ് പാർട്ടിയുടെ ഫീലിംഗ് നോക്കാം, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം. പിന്നെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും അതർ വുമണോ അതർ മെന്നോ ആവണമെന്നില്ല. ഓരോരുത്തരുടെ ലൈഫിലും ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം തേർഡ് പാർട്ടി. ചില ആൾക്കാരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം, കാസ്റ്റ് കൾച്ചർ, അല്ല എങ്കിൽ അമ്മ പ്രശ്നമുണ്ടാക്കുന്നു, വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ സഹോദരി വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അച്ഛൻ സമ്മതിക്കുന്നില്ല, അപ്പൂപ്പൻ സമ്മതിക്കുന്നില്ല, അമ്മൂമ്മ സമ്മതിക്കുന്നില്ല, അതും ഒരു തേർഡ് പാർട്ടിയാണ്. പിന്നെ നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു നമ്മുടെ ഈ ജാതി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പറയത്തില്ല, സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ. ഒരാൾക്ക് പണം ഉണ്ടായിരിക്കാം, ഒരാൾക്ക് പണം ഇല്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അവരുടെ ഹസ്ബൻഡോ അവരുടെ വൈഫോ തേർഡ് പാർട്ടി ആയിട്ട് വരും. പിന്നെ കുഞ്ഞുങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് വരും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻസും ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു റീഡിങ്ങിനെ കാണുക. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് അത് ഒരിക്കലും ആർക്കും തന്നെ മാറ്റുവാൻ സാധിക്കത്തില്ല. അവർ ഡിസിഷൻ എടുത്തതെങ്കിൽ അത് എടുത്തതാണ്, പിന്നെ അത് ഒരിക്കലും മാറത്തില്ല. ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതായത് ഇവരുടെ സിറ്റുവേഷനെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ അവരുമായിട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനെ തന്നെ അവസാനിപ്പിക്കുവാനാണ് നോക്കുന്നത്. ഇവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ അതിനെ എന്താക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഇവർ ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ സഫറിങ് അനുഭവിച്ച് മതിയായി, ഇനി എങ്കിലും എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ആകണമെന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ്. അവർക്ക് ഓൾറെഡി കുഞ്ഞുങ്ങളും വൈഫോ ഹസ്ബൻഡോ ഉണ്ട്. അവരുടെ കൂടെ തന്നെ നിങ്ങളെ ഇവർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇവിടെ കൂടുതലായിട്ടും നിങ്ങളോടാണ് ഇവർക്ക് സ്നേഹമുള്ളത്. തേർഡ് പാർട്ടിയായിട്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇവർ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിതം നയിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പുറമേ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു, ആൾക്കാരുടെ മുമ്പേ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ലൈഫിലെല്ലാം ബാലൻസിലാണ് പോകുന്നത് എന്ന്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ്. കാരണം തേർഡ് പാർട്ടി ഇവരെ ഒത്തിരി കൺട്രോൾ ചെയ്യുകയാണ്. ഈ ഒരു കൺട്രോളിങ് കാരണം ഇവർ എത്ര തന്നെ ഇവരുടെ എനർജി ക്ലെൻസ് ആക്കാൻ നോക്കിയാലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവർ ചിന്തിക്കുന്നത് എനിക്ക് എപ്പോഴാണോ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് അതുവരെ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാൻ സാധിക്കത്തില്ല എന്നാണ്. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം വരത്തില്ല. ഇവർ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് ആ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ വരത്തുമില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഹീലാക്കുവാനും റിക്കവർ ആകുവാനും വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കുറേ സമയം കൊണ്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം വരുന്നത് കാരണം ഇവർക്ക് റിക്കവർ ആവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇതാണ്, സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ എനിക്ക് ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കണം, എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇവർ നിങ്ങളുടെ കൂടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയും തോന്നിയിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവത്തില്ല, തേർഡ് പാർട്ടിയോടാണ് ഇവർക്ക് സ്നേഹമെന്ന്. നിങ്ങൾക്ക് തോന്നി ഇവർക്ക് നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹമില്ല, കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹമില്ല എന്ന്. പക്ഷേ ഇവർ പതുക്കെ പതുക്കെ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ധൈര്യം സംഭരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇവരുടെ കൂടെ ഒത്തിരി ട്രസ്റ്റ് വെക്കേണ്ട ആവശ്യമുണ്ട്.
വരാൻ പോകുന്ന സമയം സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ധൈര്യം സംഭരിക്കുന്നത്. കാരണം ഒരു വലിയ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഈഗോയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് ഉള്ള ആ ഒരു ഈഗോ കാരണം നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നു ഇവരോട് സംസാരിക്കുവാനും ഓരോ കാര്യങ്ങൾ കൺവിൻസ് ആക്കാനും. കൂടാതെ നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് ഇവരെ ചേസ് ചെയ്യുന്നത്, ഇവർക്ക് ഇങ്ങോട്ട് ഒരു ചേസിങ്ങും ഇല്ല എന്ന്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റെസ്പെക്റ്റും വാല്യൂവും തരുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് ഈ ഒരു ഫീലിങ്സ് എല്ലാം ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ഇവർ നിങ്ങളുടെ മുന്നിൽ ഹൈഡ് ചെയ്താണ് വയ്ക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വിഷൻ ക്ലിയർ അല്ല. ഇവർ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ ഇരിക്കണമെന്നാണ്. പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ക്വിക്ക് ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ കട്ട് ഓഫ് ചെയ്യുന്നു. അവർ നിങ്ങളുമായിട്ട് ആരൊക്കെയാണോ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അവരുമായിട്ടുള്ള എല്ലാ റിലേഷനും കട്ട് ഓഫ് ചെയ്യുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, നിങ്ങളുമായിട്ട് യുണൈറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവർ ഗ്രൗണ്ടഡ് എനർജിയിൽ നിങ്ങളുമായിട്ട് ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നില്ല വരും പിന്നെ വീണ്ടും വഴക്കുണ്ടാക്കും പോകും, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻസ് ആണ് ഇവർക്ക് കുറച്ച് സമയം താമസിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 60 അവേഴ്സിനുള്ളിൽ, 60 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾ പല ആൾക്കാർക്കും റിസീവ് ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.